ഇത്തരം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി ഒട്ടും തന്നെ ഉറക്കം വരാതെ വേദ വിക്രമിനെക്കുറിച്ചും വിക്രം വേദയെക്കുറിച്ചും ഓർത്തു കിടക്കുകയായിരിക്കും. പെട്ടെന്ന് സഹികെട്ട് വേദ വിക്രമിനെ വിളിക്കാൻ നോക്കുമ്പോൾ ഫോൺ ഇഷിതയുടെ കയ്യിലാണ്. വിക്രത്തിന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത കുറച്ച് കളിയാക്കിയിട്ടാണെങ്കിലും ഫോണ് വിക്രമിന് കൊടുക്കുന്നുണ്ട്. വേദയാണ് വിളിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ വിക്രമിന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി വിരിഞ്ഞു. എന്താ ഉറങ്ങിയില്ലേ എന്ന് വിക്രമിന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് വേദ മറുപടി പറഞ്ഞു. വേദന എങ്ങനെയുണ്ട് എന്ന് തിരക്കിയപ്പോൾ കുറവുണ്ട് എന്ന് വിക്രം പറയാണ്. എങ്കിൽ പിന്നെ ഉറങ്ങിക്കോളൂ, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാമെന്ന് വേദ പറഞ്ഞുവെങ്കിലും വിളിച്ചതല്ലേ, കുറച്ചുകൂടി നേരം സംസാരിക്കാമെന്ന് വിക്രം വാശി പിടിച്ചു. നീ പണ്ട് വീട്ടിലുണ്ടായിരുന്നപ്പോൾ എനിക്കൊരു സ്വസ്ഥത തരില്ലായിരുന്നു. നമ്മൾ ആ മുറിയിൽ പരസ്പരം തല്ലുപിടിച്ചും കളിയാക്കിയിട്ടുമെല്ലാം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട് എന്ന് വിക്രം പറയാണ്. ഇത് കേട്ട് വേദക്കും അങ്ങ് ചിരി വന്നു. എനിക്കും അതൊക്കെ ഓർമ്മയുണ്ട് എന്ന് അവള് പറയാന്. എനിക്കും അതെല്ലാം ഓർമ്മയുണ്ട് എന്ന് പറയാണ് വേദ. നീ എന്തിനാ എന്നെയും വീട്ടുകാരെയും വിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് വിക്രം ചോദിച്ചപ്പോൾ ആ സാഹചര്യം അങ്ങനെയായിരുന്നു എന്നായിരുന്നു. അതിന്റെ സത്യം ഉടനെ തന്നെ അറിയുമെന്നും വേദ മറുപടി കൊടുത്തു. നീ ആരെയോ പേടിച്ചിട്ടാണ് പോയത് എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും നീ പോയപ്പോഴാണ് എന്റെ മനസ്സിൽ നിനക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നും വിക്രം വികാരധീനനായി പറഞ്ഞു. നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട് എന്നറിയാമോ? ആരും കാണാതെ വീട്ടിൽ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വിക്രം പറഞ്ഞപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. എന്നെ കാണുമ്പോൾ ഗമ കാണിച്ച് നടക്കുകയല്ലേ, ഈ അടുത്തല്ലേ എന്നോടൊന്ന് ചിരിക്കാൻ പോലും തുടങ്ങിയത്. പക്ഷേ ഇനി അങ്ങനെയല്ല എന്നും നിന്റെ കൂടെയുള്ള ഒരു ജീവിതം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം വിക്രം തുറന്നു പറഞ്ഞു. പവിത്രമായ ഈ ബന്ധത്തിൽ സർപ്രൈസ് തരാമെന്ന് പറഞ്ഞില്ലേ? നിന്റെ നിരപരാധിത്വം തെളിയിച്ച് വരുണിന്റെ കൊലയാളിയെ നിയമത്തിന് മുന്നിൽ എത്തിച്ചതിനു ശേഷം ഞാൻ അത് പറയുമെന്ന് വേദ ഉറപ്പിച്ചു പറഞ്ഞു. ആർക്കും പിരിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകൾ അത്രമേൽ അടുത്തിരുന്നു. പിറ്റേന്ന് രാത്രി എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് വേദ വിക്രമിനെ തന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇഷിതയുടെ കാറിൽ ആരും കാണാതെ തന്നെയാണ് വിക്രമിനെ കൊണ്ടുവരുന്നത്. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വേദ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. വിക്രമിനെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആരും കാണാതെ സൂക്ഷിക്കണമെന്നും ഒരു ചെറിയ ശബ്ദം പോലും കേട്ടാൽ എല്ലാം അവസാനിക്കുമെന്നും ഇഷിത ഓർമ്മിപ്പിച്ചു. വിക്രമിനെ താൻ സംരക്ഷിക്കുമായിരുന്നു, പക്ഷേ നാളെ തന്നെ തങ്ങൾ ഇവിടെ വിടുമെന്നും ഇഷിത പറഞ്ഞു. ചെയ്ത സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിട്ട് വേദ വിക്രമിനെ മുറിയിലേക്ക് കട്ടിലങ്ങ് കയറ്റിയിരുത്തി. അന്നേരം മുറിയിൽ നിന്നും ചോര വരുന്നത് കണ്ടപ്പോൾ വേദ അത് തുടച്ചു കളഞ്ഞു. തനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വേദയെ വിക്രം പ്രണയപൂർവ്വം തന്നെ നോക്കി നിന്നു. കാലിലെ കെട്ടുകൾ അഴിച്ച് മരുന്ന് വെച്ച് കെട്ടുമ്പോൾ വിക്രമിന് വേദയോടുള്ള സ്നേഹം അങ്ങ് ഇരട്ടിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും മറ്റുള്ളവരോട് പറഞ്ഞതൊക്കെ കള്ളമാണെന്നും എനിക്കറിയാമെന്ന് വിക്രം പറഞ്ഞപ്പോൾ അന്ന് അച്ഛനെയും കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ലായിരുന്നു എന്ന് പറയാണ് വേദ. പക്ഷേ ഇനി വിക്രമിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും വാസവന്റെ കയ്യിലേൽപ്പിക്കാതെ താൻ നോക്കിക്കോളാമെന്നും വേദ ഉറപ്പിച്ചു പറഞ്ഞു. മരുന്നിന്റെ മയക്കത്തിൽ അങ്ങനെ വിക്രം ഉറങ്ങിപ്പോയി. വേദ അവരെ തന്നെ നോക്കി അരികിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം പുറത്ത് ശ്രീകാന്തും ചന്ദ്രശേഖരനും വിക്രമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്ലാനിടാണ്. വേദയുടെ മുറിയിൽ തന്നെ വിക്രം ഉണ്ട് എന്ന് സംശയിച്ച ശ്രീകാന്ത് അവിടം പരിശോധിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് മുറിയിൽ തട്ടി വിളിക്കുമ്പോൾ വേദ വിക്രമിനെ ബാത്റൂമിലങ്ങ് ഒളിപ്പിച്ചു നിർത്തി. ശ്രീകാന്ത് അകത്തേക്ക് കയറി പരിശോധിച്ചുവെങ്കിലും വിക്രമിനെ അവിടെയൊന്നും കാണാനായില്ല. നീ അവനെ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. പോലീസുകാരെല്ലാവരും വന്ന് വീട് മുഴുവനായിട്ട് അരിച്ചു പെറുക്കിയെങ്കിലും വിക്രം വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്നും തന്നെ വിക്രമിനെ പിടികൂടാനായില്ല. വിക്രം ഒളിവിലിരിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് കണ്ട് ശ്രീകാന്ത് പുതിയ തന്ത്രം മെനഞ്ഞു. വിക്രമിന്റെ അച്ഛനെയോ അമ്മയെയോ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ പുറത്തു വരുമെന്ന് അവൻ വേദയോട് പറയുന്നുണ്ട്. വരുണിനെ കുത്തിയത് നീയാണോ എന്ന് വേദ ചോദിച്ചപ്പോൾ അതെ, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. വാസവനെ കൊണ്ട് വിക്രമിനെ കൊല്ലിക്കാനാണ്, ഇതൊക്കെ എന്റെ പ്ലാനാണ്. അതിനു വേണ്ടിയിട്ടാണ് താൻ ഇത് ചെയ്തത് എന്ന് ശ്രീകാന്ത് അഹങ്കാരത്തോടു കൂടെ തന്നെ വെളിപ്പെടുത്തി. ഇതെല്ലാം കേട്ടു നിന്ന വിക്രം ഇനി ഒളിച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് തീരുമാനിച്ചു. യഥാർത്ഥ കുറ്റവാളിയെ താൻ തന്നെ പിടിക്കുമെന്ന് പറഞ്ഞ് വിക്രം ഇറങ്ങി തിരിച്ചു. നേരെ പോയത് ശ്രീനിവാസനെ കാണാനാണ്. അവിടെ ഗോഡൌണിൽ പിടിച്ചു വെച്ചിരിക്കുന്ന പുളിക്കനെ വിക്രം തല്ലിച്ചതച്ച് സത്യം പറയിപ്പിച്ചു. ഇൻസ്പെക്ടർ സാബുവാണ് വരുണിനെ കൊത്തിയത് എന്ന് പുളിക്കൻ വെളിപ്പെടുത്തി. വിക്രം ഉടനെ സാബുവിനെ വീട്ടിലേക്കെത്തി അവനെ തല്ലി കാലൊടിച്ച് സത്യം പറയിപ്പിച്ചു. പുളിക്കനെയും സാബുവിനെയും പോലീസിന് മുന്നിൽ ഹാജരാക്കിയ വിക്രം തന്റെ നിരപരാധിത്വം അങ്ങ് തെളിയിക്കാണ്. ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്നുകൊണ്ടാണ് ഈ ചതി നടത്തിയത് എന്ന് സാബു സമ്മതിച്ചു. രാത്രി തന്നെ പോലീസ് ശ്രീകാന്തിന്റെ വീട്ടിലേക്കെത്തി അവനെ അറസ്റ്റ് ചെയ്തു. ശങ്കരനാരായണൻ തന്റെ മകനെ തള്ളി പറഞ്ഞു. ആ സമയം വിക്രം വേദയുടെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു വന്നു. ഇനി ഇവൾ എന്റെ ഭാര്യയായി എന്നെന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ നീ അനുഭവിക്കുമെന്നും പറയാണ് വിക്രം.
ഇതിനിടയിൽ സത്യമറിഞ്ഞ വാസവൻ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. തന്നെ ചതിച്ച് ശ്രീകാന്തിനെ വകവരുത്തുമെന്ന് വാസവൻ അലറിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ പോലീസ് വാസവനെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവാണ്. അവസാനം വിക്രമും വേദയും ഒന്നായി സന്തോഷത്തോടു കൂടി നിൽക്കുമായിരിക്കും. വിക്രമിന്റെയും വേദയുടെയും ജീവിതത്തിൽ സത്യം തെളിയുന്നതോടുകൂടി തന്നെ കഥ പിന്നീട് ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്തും വാസവനും ജയിലിലായതോടുകൂടി തന്നെ ആ വീട്ടിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. ശങ്കരനാരായണൻ ആകെ തളർന്നു പോയിരുന്നു. സ്വന്തം മകൻ ഇത്രയും വലിയൊരു ചതിയനാണെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മുറ്റത്തു നിന്നിരുന്ന പോലീസ് ജീപ്പിന്റെ ശബ്ദം നിലച്ചപ്പോൾ വിക്രം വേദയുടെ കൈ പിടിച്ചു മുറുക്കി പിടിച്ചു. വേദയുടെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് സങ്കടം കൊണ്ടല്ല, മറിച്ച് തന്റെ വിക്രം നിരപരാധിയാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസമായിരുന്നു. വേദ പതിയെ ശങ്കരനാരായണന്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്. അച്ഛാ, ഞാൻ വിക്രമിന്റെ കൂടെ പോവാണെന്ന് പറയും. അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചപ്പോൾ ആ വൃദ്ധൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. മോളെ, എന്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് എങ്ങനെ മാപ്പ് ചോദിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എന്നാൽ വിക്രം ശങ്കരനാരായണനെ ആശ്വസിപ്പിച്ചു. അച്ഛാ, തെറ്റ് ചെയ്തത് ശ്രീകാന്താണ്, അല്ലാതെ അച്ഛനൊന്നുമല്ലല്ലോ. അച്ഛൻ ഇനി ഏതായാലും അതൊന്നും ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട. നമുക്കെല്ലാം മറന്നുപോയി പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് പറയാണ് വിക്രം. അങ്ങനെ വേദയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നും ഇറങ്ങി വരികയാണ്. നേരെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ വിക്രമും വേദയും സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ സുധാകരൻ മാഷിനും കമലമ്മക്കും ഒരുപാട് സന്തോഷമായിരിക്കും. ശ്രീജയ്ക്കും വിശ്വേട്ടനും എല്ലാവർക്കും സന്തോഷമാണെങ്കിലും നന്ദിരിക്കാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അന്ന് രാത്രി വീണ്ടും ആ പഴയ മുറിയിൽ വിക്രമും വേദയും തനിച്ചായി. പണ്ട് വഴക്കിട്ടിരുന്ന അതേ മുറി ഇന്ന് പ്രണയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വേദ വിക്രത്തിന് നൽകാൻ കരുതിയിരുന്ന ആ ഒരു സർപ്രൈസ് വെളിപ്പെടുത്താൻ സമയമായി എന്ന് അവൾക്ക് തോന്നി. അവൾ വിക്രമിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അൽമാരയിൽ നിന്നും ഒരു ചെറിയ പൊതിയെടുത്ത് വിക്രമിനെ നേരെ നീട്ടി. വിക്രം ആകാംക്ഷയോട് കൂടെ തന്നെ അത് വാങ്ങിച്ചതിന് ശേഷം തുറന്നു നോക്കി. അതിൽ മനോഹരമായിട്ടുള്ള ഒരു വെള്ളി മോതിരമുണ്ടായിരുന്നു. അതില് വി വേദ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. വിക്രം പ്ലസ് വേദ അങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. വിക്രം അത്ഭുതത്തോടു കൂടെ തന്നെ അതിലേക്ക് നോക്കിയതിനു ശേഷം വേദയെ നോക്കി. ഇതായിരുന്നോ നിന്റെ സർപ്രൈസ്? വിക്രം ചോദിച്ചു. വേദ ചിരിച്ചുകൊണ്ട് തന്നെ ആ ഒരു മോതിരം നേരെ വിക്രമിന്റെ കയ്യിലേക്ക് അണിയിച്ചു കൊടുത്തു. എന്നാൽ സന്തോഷങ്ങൾക്കിടയിലും ചില നിഴലുകൾ ബാക്കിയുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ അപ്പോഴും ഒളിവിലായിരുന്നു. ശ്രീകാന്ത് അറസ്റ്റിലായ വിവരം അറിഞ്ഞ അയാൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. വാസവന്റെ ഗുണ്ടകൾ അപ്പോഴും നഗരത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിക്രമിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചന്ദ്രശേഖരനുമായിട്ട് കൈകോർക്കുമോ എന്ന ഭയം വേദയുടെ ഉള്ളിലുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ വീട്ടിലേക്ക് കടന്നു വന്നത് അപ്രതീക്ഷിതമായി ദീപ്തിയായിരുന്നു. അവൾ ശ്രീകാന്തിന്റെ ഭാഗത്ത് നിന്ന് മാപ്പ് ചോദിക്കാനാണ് വന്നത്. വിക്രമും വേദയും അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. കുടുംബ ബന്ധങ്ങൾ വീണ്ടും ഇഴചേരുന്ന കാഴ്ചകളായിരുന്നു പിന്നീട്. പക്ഷേ അപ്പോഴും ചന്ദ്രശേഖരന്റെ ഫോൺ കോൾ വിക്രമിന്റെ ഫോണിലേക്ക് വന്നു. എടാ, നീ ജയിച്ചു എന്നു നീ കരുതേണ്ട വിക്രം, കളി ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. ശ്രീകാന്തിന്റെ ഈ ഒരു ചെയ്തി അറിഞ്ഞതോടുകൂടി തന്നെ ശങ്കരനാരായണന് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവാണ്. ഇത്ര കാലം എല്ലാവരും ചേർന്നിട്ട് വിക്രമിനെയാണല്ലോ കുറ്റപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ സ്വത്തിന്റെ ആ ഒരു സാമ്രാജ്യം മുഴുവൻ വിക്രമിന്റെ മേലേക്ക് അങ്ങ് എഴുതി കൊടുക്കാണ് ശങ്കരനാരായണൻ. കമ്പനികളെല്ലാം തന്നെ വേദയെ ഏൽപ്പിച്ചതോടുകൂടി തന്നെ ആ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് അവള് സ്വത്തുക്കളെല്ലാം വേദക്ക് കൈമാറിയതോടുകൂടി തന്നെ ആ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും അതുപോലെ വേദക്ക് സഹായമായിട്ടും തണലായിട്ടും വിക്രം കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിന്റെ പേരിലുള്ള കമ്പനികളെല്ലാം തന്നെ ശങ്കരനാരായണൻ വേദക്ക് കൈമാറിയതോടുകൂടി തന്നെ ചന്ദ്രശേഖരന്റെ അവസാന തന്ത്രങ്ങളും അങ്ങ് പാളിപ്പോവാണ്. തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ വിളക്കിച്ചേർത്ത് വിക്രമും വേദയും ഒരുമിച്ച് മുന്നേറി. പ്രതിസന്ധികളെല്ലാം വരുമ്പോഴും വേദയുടെ ആ ഒരു പഴയ തന്റെ ഇടം വിക്രമിന് കരുത്താവുന്നുണ്ട്. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.